ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഫിഷിംഗ് വീഡിയോ അല്ല, നമ്മളെ ബൈക്ക് കാസ്റ്റ് ഒന്ന് ക്ലീനിങ്ങിൻ്റെ വീഡിയോ കേട്ടോ. ഫുൾ ക്ലീനിങ്ങാണ്, ഫുൾ അഴിച്ചിട്ട് മൊത്തത്തിൽ. അപ്പോൾ ഓക്കെ, എൻ്റെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഹായ്, നമ്മളെ ബൈക്ക് കാസ്റ്റ് റീല് മൊത്തം ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വെച്ചു. മൊത്തം പീസാക്കി കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് അഴിച്ച് ക്ലീൻ ചെയ്തപ്പോൾ കണ്ട കിട്ടിയ ചളിയാണ്. ഇനിയും ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചളി ഉണ്ട്. മൊത്തം പീസാക്കി. നല്ല അഴുക്കുണ്ട്. ഭയങ്കര ബാക്ക്ലാഷും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ ഒന്ന് അഴിച്ചതാണ്. ഇനി കുറച്ചും കൂടി അഴിക്കാണ്ട്. ഇതാ ഈ ഭാഗം അഴിച്ചിട്ടുണ്ട്, ഇനി ഇത് തുറക്കണം. സ്ക്രൂയൊക്കെ അഴിച്ചിരുന്നു. ഇനി ക്ലീനിങ് കഴിഞ്ഞിട്ട് ബാക്കി അഴിക്കാൻ വെച്ചു. എന്നേരോ ബൈക്ക് ഉള്ളിങ്ങനെ രണ്ട് സ്പ്രിങ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക. മൊത്തം ചളിയായിട്ടുണ്ട്, ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് തിരിയണം. നമ്മളെ ഹാൻഡിൽ അതിൻ്റെ ലോക്ക് വിടാണ്ട് റിവേഴ്സ് തിരിയാണ്. അപ്പോൾ അതൊന്ന് എന്തെങ്കിലും ചെറിയ പരിപാടി ചെയ്താൽ നേരാകുമോ നോക്കിയിട്ട് നോക്കണം. ഇതിൽ അത്യാവശ്യം ചളി ഉണ്ട്, ഞാൻ അത് ഒന്ന് ക്ലീൻ ചെയ്യണം. ഇത് റിവേഴ്സ്, ഈ നോബ് അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് തിരിയാണ്. ഇതാണ് പ്രശ്നം. നേരെ നോക്കട്ടെ. ഓക്കെ, ക്ലീൻ ചെയ്തിട്ട് ഒന്നുകൂടി കാണാം. ഈ വാഷറിൻ്റെ ഒക്കെ ഗ്യാപ്പിൽ കട്ടിങ് വീല് പോലത്തെ ഒരു, നമ്മൾ ഇരുമ്പ് കട്ട് ചെയ്യണ കട്ടിങ് വീലില്ലേ, അതുപോലത്തെ ഒരു മറ്റേ കാർബണിൻ്റെ ചെറിയ ചെറിയ പ്ലേറ്റുകളൊക്കെ വരുന്നുണ്ട്. തമ്മിൽ ഉരഞ്ഞ് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ എന്തോ ഒരു പ്രശ്നമാണ്, റിവേഴ്സ് തിരിയാണ്. പക്ഷെ അത് ഊരാൻ പറ്റണില്ല. നോക്കട്ടെ, ഒന്നില്ലെങ്കിൽ നേരാകും, അല്ലെങ്കിൽ പുതിയ ഒന്ന് വാങ്ങേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കും. അപ്പം മൊത്തം ഊരിട്ടോ. ഇതിലൊന്നുമില്ല, ആകെ 2-3 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഊരിയുണ്ട്. മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി മൊത്തം റീഫിറ്റ് ചെയ്യണം. എന്താവും അറിയില്ല, ഇങ്ങനെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ചളി കേട്ടോ. എന്താ പിന്നെ അതാ കാണിച്ചുതരാം. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത ചളിയാ. പിന്നെതാ ആകെ ചളി. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ചളിയാ. ഇതാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ സംഭവങ്ങൾ. എല്ലാം ഊരി പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. വെച്ച് കഴിഞ്ഞാൽ അറിയാം എത്ര ബാക്കി ഉണ്ടാവും, ഓടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്ന് വെച്ചിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ശരിയായിട്ടുണ്ട്. ശരിയായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റിംഗ് കറക്റ്റ് ഉണ്ട്. ബാക്കി നെട്ടും ബോൾട്ടും കാര്യങ്ങളൊന്നും ബാക്കി വന്നിട്ടില്ല. ഇതിൻ്റെ വർക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് വർക്കിംഗ് എങ്ങനെയുണ്ട് നോക്കുകയെന്ന് വെച്ചാൽ കാസ്റ്റ് ചെയ്ത് നോക്കണം, എന്നിട്ട് ഞാൻ പറയാം. ഏകദേശം റെഡി ചെയ്യേണ്ടത് തോന്നുന്നു. പക്ഷേ റിവേഴ്സ് ചെയ്യണത് പക്കയായിട്ട് റെഡി ഉണ്ടാവില്ല. കാരണം അതിൻ്റെ അല്ല റെഡി ആയിട്ടില്ല, തിരിയുണ്ട്. അല്ല, ഇത് കറക്റ്റാണ്, സോറി. അപ്പോൾ ഇത് സംഭവം ക്ലീൻ ചെയ്ത് ഇട്ടുണ്ട്. വർക്കിംഗ് കറക്റ്റ് പക്കയായിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ റിവേഴ്സ് തിരിയണത് അത്ര കറക്റ്റായിട്ടില്ല. കാരണം റിവേഴ്സ് ഇപ്പോഴും തിരിയുണ്ട്, ചെറുതായിട്ട് ഉണ്ടോ, ചെറുതായിട്ട് തിരിയുണ്ട്. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിവേഴ്സ് തിരിയാനുള്ള റീസൺ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ മൊത്തം ഒരു ക്ലീൻ ചെയ്തെങ്കിലും എൻ്റെ ഉള്ളിൽ എന്താണ് റിവേഴ്സ് തിരിയാൻ കാരണം എന്ന് മനസ്സിലായിട്ടില്ല. ഇത് മുന്നേ ഊരിയിട്ട് ഇങ്ങനത്തെ കംപ്ലൈൻറ്റ് ക്ലിയർ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്താ റിവേഴ്സ് തിരിയാനുള്ള റീസൺ, ഹാൻഡിൽ റിവേഴ്സ് തിരിയാം. ഇത് മോഡൽ നമ്മൾ കാസ്റ്റിങ്ങിൻ്റെ റോയൽ ലെജൻഡാണ് വരുന്നത്.
റിവേഴ്സ്. ഇതിപ്പോൾ കയ്യിൽ ഫോൺ കൈ പിടിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യണത്, അതുകൊണ്ടാണ് പോലെ കാണിച്ചു തരാൻ പറ്റാത്തത്. ഞാനത് സ്റ്റിക്കിൽ ഇട്ടിട്ട് കാണിച്ചു തരാം. നോർമൽ തിരിയണ അപ്പോൾ തന്നെ ചില സമയത്തുണ്ടോ റിവേഴ്സ് വരും. അത് തിരിയണം. എന്താന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. ഇത് കാസ്റ്റ് ചെയ്തിട്ട് ബാക്കി പറയാം എങ്ങനെയുണ്ടത്. എന്നെ കിട്ടണ്ടോ? നമ്മൾ കാണിക്കുന്നത് ഇതിൽ ഒരു സർവീസിന് ശേഷം ഫസ്റ്റത്തെ കാസ്റ്റിംഗ് കേട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം നന്നായി പോകുന്നുണ്ട്. ഇതിന് ബാക്ക് തിരിയാണെന്ന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറ്റിയിട്ടില്ല. എന്നാലും അത്ര വലിയ സീനൊന്നുമില്ല, ബാക്ക് ഗ്ലാസ് ആയാലൊന്നുമില്ല. അപ്പോൾ നീ എന്തെങ്കിലും അടിക്കണമെങ്കിൽ അപ്പോൾ കാണാം. ഓക്കെ, കേട്ടോ, അത്യാവശ്യം ഡിസ്റ്റൻസ് കിട്ടണമെന്നുണ്ട്, കുഴപ്പമില്ല.